നമസ്കാരം. നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാം ഓണസദ്യക്ക്. തറവാട്ടിൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പായസം ഉണ്ടാക്കാൻ പോവാം. ചുമ്മാ സാധാരണ പായസമൊന്നും അല്ല കേട്ടോ, അടപ്രഥമൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അടപ്രഥമൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു 10-20 തേങ്ങ നന്നായിട്ട് ചിരവിയെടുത്ത് പിള്ളേർ പാല് പിഴിയാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മതി 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 ഇപ്പോൾ ദൂരമുണ്ട്, ഒരു 1.5 ലിറ്റർ ഉണ്ട്. അത് മതി. അല്ല, 1.5 ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. 3 ലിറ്ററിനടുത്ത് ഒന്നാം പാല് കിട്ടും. പിഴിഞ്ഞെടുക്കാം. സാധാരണ കൈക്ക് പിഴിഞ്ഞു കഴിഞ്ഞാലേ ശരിക്കും പാല് കിട്ടില്ല. അതുകൊണ്ട് ഈ തോർത്തിനകത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നതാണ് ഇവിടുത്തെ ഒരു നാട്ടു പതിവെന്ന് പറയുന്നത്. പുറത്തേക്കല്ലേ? ഇങ്ങനെയാണ് ഞങ്ങൾ സാധാരണ പാല് പിഴിയുന്നത്. ഇവിടെ പാല് പിഴിയുന്ന മെഷീനൊന്നും ഇല്ലല്ലോ. 1ഉം 2ഉം പാല് പിഴിഞ്ഞു കഴിഞ്ഞ് പിന്നീട് വരുന്ന ഇത് മിക്സിയിൽ അടിച്ചെടുത്ത് വേണം പിഴിയാനായിട്ട്, എങ്കിലേ മുഴുവൻ പാലും കിട്ടുകയുള്ളൂ. ഒന്നാം പാലല്ലേ? 2ആം പാലും പിഴിഞ്ഞു കഴിഞ്ഞിട്ട് അടപ്രഥമൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ഉള്ളി വെച്ചു, വെള്ളം ഒഴിച്ചു, അട കഴുകിയിടാൻ പോകണം. ഇതാണ് അട. അട ഞാൻ കാണിച്ചു തരാം. അരിയുടെയാണ് കേട്ടോ. ഈ അരിയുടെ ഇട്ട് പായസം വെച്ചാലേ പായസം നന്നായിരിക്കുള്ളൂ. ചവ്വരി ഒരു 1/4 കിലോ ഈ അടയുടെ കൂട്ടത്തിലിട്ട് കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. ഇത് കാണാം, വെള്ളം തിളച്ചിട്ടേ ഇടാവുള്ളൂ എന്ന് മാത്രം. ചവ്വരിയും കൂടി ചേർത്താണ് ഈ അട നമ്മളിപ്പോൾ കഴുകി വെച്ചിരിക്കുന്നത്. 1/4 കിലോ ചവ്വരി, 1.5 കിലോ അട. ഈ 1.5 കിലോ അടയ്ക്കാണ് നമ്മൾ 20 തേങ്ങയുടെ പാലെടുത്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും സൂപ്പറായിട്ടുള്ള അടപ്രഥമനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അടയും ചവ്വരിയും കൂടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കട്ടയാവും. തന്നെയല്ല, ചോട്ടിലും പിടിക്കും. ചോട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം നെയ്യ് ഒഴിക്കുകയായിരുന്നു. ഏറ്റവും നല്ല അടപ്രഥമന് ഏറ്റവും നല്ല ശർക്കര. ഇത് ശർക്കര കല്ലും മണ്ണും എല്ലാം തിരിച്ച് നല്ല ഒന്നാന്തരമായിട്ട് ഫിൽറ്റർ ചെയ്തിട്ട ശർക്കരയാണ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ പായസം വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. പായസം വരട്ടുമ്പോൾ രുചിക്ക് വേണ്ടിയിട്ട് ഒരല്പം 1ആം പാലും ചേർക്കണം. കൂടാതെ ഏലക്ക, ചുക്ക്, ജീരകം പൊടിച്ചതും കൂടി ചേർക്കണം. ഇതെല്ലാം കൂടി ഇങ്ങനെ കിടന്ന് വരട്ടി വേണം പായസം ഉണ്ടാക്കാനായിട്ട്. പായസമല്ല, അടപ്രഥമനാണ്. ഒഴിക്കട്ടെ. ജീരകം, ചുക്ക്, ഏലക്കാപ്പൊടി ഇങ്ങനെ വരട്ടുമ്പോൾ ഇടുന്നത് വളരെ നല്ലതാണ്. പായസത്തിന് ടേസ്റ്റ് വളരെ കൂടുതൽ കിട്ടും. നെയ്ക്കകത്ത് വറുത്ത കശുവണ്ടിയാണ്. നല്ല പായസം ഉണ്ടാക്കുമ്പോൾ, നല്ല പ്രഥമൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ വാങ്ങിയ ഇത് നെയ്ക്കകത്ത് വറുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ പകുതി വരട്ടിയിടാറാണ് പതിവ്. അങ്ങനെ നമുക്ക് വരട്ടാൻ വേണ്ടിയിട്ട് ഇടാം. അടപ്രഥമനായതുകൊണ്ട് ഒരുപാട് നേരം വരട്ടുന്നില്ല. സാധാരണ പായസമാണെങ്കിൽ ഇവിടെ ഒറ്റത്തള്ളിൽ അങ്ങേയറ്റം വരെ പോകത്തക്ക രീതിയിലാണ് നമ്മൾ വരട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അടപ്രഥമനായതുകൊണ്ട് കൂടുതൽ വരട്ടാതെ, എന്നാൽ കുറേ വരട്ടിയിട്ട് നമ്മൾ 3ആം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പാലൊഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തിള വിടാതെ പാലൊഴിക്കണം. അപ്പോൾ 3ആം പാല് ഒഴിച്ച് തീർക്കുകയാണ്. അതെ, അപ്പം 3ആം പാല് ഒഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് 2ആം പാല്. കൊഴുപ്പ് നോക്കുന്നത് ഒരു തവിക്കകത്ത് കൊഴുപ്പ് നോക്കണം. ഏലക്ക, ചുക്ക്, ജീരകം പൊടിച്ചതാണ്. നമ്മൾ ആദ്യം ഒന്ന് ഇട്ടായിരുന്നു. ഈ 2ാമത്തെ പ്രാവശ്യം ഇടുന്നതാണ്. ഇനി 3ാമത്തെ പ്രാവശ്യം നമ്മൾ ഇടുന്നത് 1ആം പാലിനകത്താണ്. 1ആം പാലിനകത്ത് കരക്കി വെക്കുക. ഏറ്റവും അവസാനം ഒന്നിച്ചങ്ങിടുക. ഈ 1ആം പാലിലേക്ക് ഏലക്കായും ജീരകവും ചുക്കും പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. 1ആം പാൽ ഒഴിക്കുകയാണ്. പായസത്തിൻ്റെ വർക്ക് ഏറെക്കുറെ തയ്യാറായിട്ടുണ്ട്. 1ആം പാലിനകത്ത് ഏലക്ക, ജീരകം, ചുക്ക് പൊടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് കശുവണ്ടി നമ്മൾ വറുത്ത് വെച്ചിരുന്നത് പകുതി ചേർത്തതാണ്.
ബാക്കിയുള്ള പകുതി കൂടി ചേർക്കാൻ പോവുകയാണ്. അടുത്തായിട്ട് മുന്തിരി. നമ്മുടെ സൂപ്പർ പ്രഥമൻ്റെ വർക്ക് തീർന്നിരിക്കുകയാണ്. കൊഴുപ്പെല്ലാം വളരെ ക്രമീകരിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി 1 മണിക്കൂർ കഴിഞ്ഞാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. അപ്പോഴേക്കും കുറച്ചുകൂടി കൊഴുപ്പ് കൂടുതലാകും. ഓക്കെ, ഓണസദ്യക്കുള്ള ചോറ് കോരിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നടക്കുന്ന പോലെ അല്ലേ. നമ്മുടെ പ്രഥമൻ ഇങ്ങനെ കോരിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ പല പാത്രത്തിലായിട്ടാണ് കോരുന്നത്. നമ്മുടെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. തിരുവോണ സദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമാണ് പ്രഥമൻ എന്ന് പറയുന്നത്. നല്ല സൂപ്പർ പ്രഥമനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.